പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിക്കെതിരായ വിമർശനം പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായി കെ സുരേന്ദ്രൻ. എല്ലാവരും യുവാക്കളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ക്യാമ്പസുകളിൽ തുടർച്ചയായി സംവാദം സംഘടിപ്പിക്കും. മോദിയുടെ 100 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയുന്നവർ പിണറായിയോട് 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കണം. 4 കേരള സഭകൾ നടന്നിട്ടും എന്ത് പ്രയോജനമുണ്ടായെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പക്ഷേ ഈ ഒരു പരിപാടിയെ ഇത്രമാത്രം വിമർശനാത്മകമായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണം തീർച്ചയായിട്ടും ആ പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററും കെ സുധാകരനും എന്തായാലും കേരളത്തിലെ യുവാക്കളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരും ഒരു പരിപാടി നടത്താൻ തയ്യാറാവുന്നു എന്നുള്ളത് എന്തായാലും സ്വാഗതാർഹമാണ്. ചിലർ ചോദ്യങ്ങളുമായി വന്നിട്ടുണ്ടല്ലോ. 100 ചോദ്യങ്ങൾ മോദിയോട് ചോദിക്കുമെന്ന് ചില ആളുകൾ പറയുന്നു. നല്ലതാണ്. ഒരു 10 ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാമോ? ലോക കേരള സഭ 4 നടന്നില്ലേ? വിദേശ ചാപ്റ്ററുകൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നാം സമ്മേളനങ്ങൾ നടത്തിയില്ലേ? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗുജറാത്തിലും യുപിയിലും നടക്കുന്നതിന് മുമ്പ് ജിമ്മ് നടന്ന സ്റ്റേറ്റാണ് കേരളം. എന്താണ് ആ ജിമ്മിൻ്റെയും ലോക കേരള സഭയുടെയും എല്ലാം ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി? ഇത് പരിശോധിക്കേണ്ടതല്ലേ?